Second BA Economics, International Economics, Euro-Dollar Market. The Euro-Dollar market is the largest market in the international monetary system. Euro-Dollar is not a different currency from US dollar, but it is the American dollar deposited in the European banks, that is Eurobank. Now, the Euro-Dollar market is famous because large amount of US dollar have deposited in banks outside Europe, such as in Japan, Canada, Singapore, etc. Euro-Dollar market. അന്താരാഷ്ട്ര മോണിറ്ററി സിസ്റ്റത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് യൂറോ-ഡോളർ മാർക്കറ്റ്. യൂറോ-ഡോളർ എന്നത് അമേരിക്കൻ ഡോളറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കറൻസിയല്ല, പകരം യൂറോപ്യൻ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ട അമേരിക്കൻ ഡോളറാണിത്. ഇത്തരം ബാങ്കുകൾ യൂറോ ബാങ്ക് എന്നറിയപ്പെടുന്നു. ഇന്ന് യൂറോ-ഡോളർ മാർക്കറ്റ് വളരെ ഫേമസ് ആണ്, കാരണം വളരെ കൂടുതൽ അമേരിക്കൻ ഡോളർ യൂറോപ്പിന് പുറത്തുള്ള ബാങ്കുകളിൽ വ്യാപകമായി നിക്ഷേപിക്കപ്പെട്ടു. പ്രത്യേകിച്ചും ജപ്പാനിലെയും കാനഡയിലെയും സിംഗപ്പൂരിലേതും. ഒറിജിൻ ഓഫ് യൂറോ-ഡോളർ മാർക്കറ്റ്. During the 1920s, US dollar were deposited in European banks, which converted them into their local currencies for lending purpose. America was the most powerful nation in the post-war period. They spent huge money at the global level. This led to transfer of large amount of dollar in Eurobank. During the Cold War period, Soviet Union and Eastern European government transfer their dollar deposit from America to Eurobank. During the post-war period, Britain emerged as a debtor country. Therefore, the domination of British pound was replaced by US dollar. The Eurobank is different from other European banking system. Like any other bank, Eurobank have the reserves, deposits, loan, etc. But all are in US dollar and recorded in Eurobank. യൂറോ-ഡോളർ മാർക്കറ്റിൻ്റെ ഉത്ഭവം 1920കളിൽ അമേരിക്കൻ ഡോളർ യൂറോപ്യൻ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. കടം കൊടുക്കുവാനായി ബാങ്കുകൾ ഈ US ഡോളർ അവരുടെ പ്രാദേശിക കറൻസിയിലേക്ക് മാറ്റിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായി അമേരിക്ക മാറി. അവർ ധാരാളം പണം മറ്റ് രാജ്യങ്ങളിൽ ചെലവഴിച്ചു. ഇത് വലിയ തോതിൽ US ഡോളർ യൂറോ ബാങ്കിൽ നിക്ഷേപിക്കപ്പെടുവാൻ കാരണമായി. ശീതസമരകാലത്ത് സോവിയറ്റ് റഷ്യയും ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ ബാങ്കുകളിലെ അവരുടെ ഡോളർ ഡെപ്പോസിറ്റ് യൂറോപ്യൻ ബാങ്കിലേക്ക് മാറ്റിയിരുന്നു. യുദ്ധാനന്തരം ബ്രിട്ടൻ കടത്തിലകപ്പെട്ട രാജ്യമായി തീർന്നു. അതുകൊണ്ട് ബ്രിട്ടീഷ് പൗണ്ടിനുള്ള പ്രാധാന്യം അന്താരാഷ്ട്ര തലത്തിൽ കുറയുകയും ഇത് US ഡോളർ നേടിയെടുക്കുകയും ചെയ്തു. യൂറോ ബാങ്ക് മറ്റ് യൂറോപ്യൻ ബാങ്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഭിന്നമായ ഒരു ബാങ്ക് ആണ്. യൂറോ ബാങ്കിന് റിസർവ് അഥവാ കരുതൽ ധനമുണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, ലോണുണ്ട്. പക്ഷേ ഇതെല്ലാം US ഡോളറിലാണ്. മാത്രവുമല്ല യൂറോ ബാങ്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ഓർ ഫീച്ചേഴ്സ് ഓഫ് യൂറോ ഡോളർ മാർക്കറ്റ്. വെരി ഫസ്റ്റ്, it is the free and independent market which does not under the control of any monetary system or central bank.
യൂറോ ഡോളർ മാർക്കറ്റിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ സവിശേഷതകൾ. ഈ മാർക്കറ്റ് സ്വതന്ത്രമായ ഒരു മാർക്കറ്റാണ്. ഒരു രാജ്യത്തിൻ്റെയും മോണിറ്ററി അധികാരി അഥവാ സെൻട്രൽ ബാങ്കിൻ്റെ നിയന്ത്രണത്തിലല്ല യൂറോ ബാങ്ക് പ്രവർത്തിക്കുന്നത്. 2. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഇൻ ഡോളർ, that is in dollar form, from the different part of the world and gives a credit in dollar. 2. ഇതൊരു അന്താരാഷ്ട്ര മാർക്കറ്റാണ്. US ഡോളറിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും US ഡോളറിൽ വായ്പ നൽകുകയും ചെയ്യുന്നു. 3. തേർഡ് വൺ, ഇറ്റ് ഈസ് എ ഹോൾസെയിൽ മാർക്കറ്റ് വിച്ച് മീൻസ് ദാറ്റ് the dollars are bought and sold, that is deposited and lent in US dollar that is above $1 million. The minimum deposit and minimum lending is $1 million. 3. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇവിടെ US ഡോളർ വാങ്ങുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം $1 ദശലക്ഷം ആണ്. $1 ദശലക്ഷം കൂടുതലോ അല്ലെങ്കിൽ $1 ദശലക്ഷം ആണ് ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. 4th വൺ, ഇറ്റ് ഈസ് എ കോമ്പറ്റിറ്റീവ് മാർക്കറ്റ്. ദെർഫോർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് US ഡോളർ. ഇത് മത്സരാത്മകമായ ഒരു മാർക്കറ്റാണ്. ഇവിടെ പലിശ നിരക്ക് നിർണ്ണയിക്കപ്പെടുന്നത് കമ്പോള ശക്തികളായ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ്. ഡിമാൻഡും സപ്ലൈയുമാണ് യൂറോ ഡോളർ മാർക്കറ്റിൽ പലിശ നിരക്ക് നിർണ്ണയിക്കുന്നത്. 5. ഫിഫ്ത്ത് വൺ, ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം മണി മാർക്കറ്റ് വേർ യൂറോ ഡോളർ ആർ ബോറോഡ് and lent for a period of maximum of 1 year. It is a short-term money market where American dollar in Euro Bank are borrowed and lent for a period of maximum of a year. ഇത് ഒരു ഹ്രസ്വകാല മാർക്കറ്റാണ്. പരമാവധി 1 വർഷ കാലാവധിയിലേക്കാണ് അമേരിക്കൻ ഡോളർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്നത്. 6th പോയിന്റ്, ഇറ്റ് ഈസ് ആൻ ഇന്റർ ബാങ്ക് മാർക്കറ്റ് ഇൻ വിച്ച് യൂറോ ബാങ്ക്സ് ബോറോഡ് ആൻഡ് ലെൻഡ് US ഡോളർ ആൻഡ് അതർ യൂറോ കറൻസി ഫ്രം ഈച്ച് അതർ. ഇറ്റ് ഈസ് ആൻ ഇന്റർ ബാങ്ക് മാർക്കറ്റ് ഇൻ വിച്ച് യൂറോ ബാങ്ക് ബോറോഡ് ആൻഡ് ലെൻഡ് ഡോളേഴ്സ് ആൻഡ് അതർ യൂറോ കറൻസി ഫ്രം ഈച്ച് അതർ. ഇത് ഒരു ഇന്റർ ബാങ്ക് മാർക്കറ്റാണ്. ഇവിടെ അമേരിക്കൻ ഡോളറും മറ്റ് യൂറോ കറൻസികളും ബാങ്കുകൾക്കിടയിൽ വാങ്ങപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നു.